മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSCയുടെ മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നാമവിഭാഗമല്ലാത്തത് എന്നാണ്? സംജ്ഞാനാമം, സ്ഥലനാമം, സർവനാമം, മേയനാമം. നാമവിഭാഗം വരുന്നത് ശബ്ദം എന്ന ഭാഗത്തു നിന്നാണ്. നമുക്ക് അതിൻ്റെ തുടക്കം വരുന്നത്. ശബ്ദത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. ശബ്ദത്തെ രണ്ടായി തിരിക്കുമ്പോൾ സ്വതന്ത്രമായ അർത്ഥം നൽകുന്നതിനെ നമ്മൾ വാചകമെന്നും എവിടെയെങ്കിലും ചേർന്ന് നിന്ന് അർത്ഥം നൽകുന്നതിനെ ദ്യോതകമെന്നും തിരിക്കുന്നുണ്ട്. ഈ വാചകത്തിൻ്റെ വിഭാഗമായിട്ടാണ് നാമം വരുന്നത്. ഇപ്പോൾ വാചകത്തിൽ നാമം, കൃതി, ഭേദകം, അങ്ങനെ 3 വിഭാഗമായിട്ട് ആദ്യം നമ്മൾ നാമത്തെ കാണുന്നത്. അതിനുശേഷം നാമത്തിന് പിന്നീട് 3 വിഭാഗങ്ങൾ വരുന്നുണ്ട്. ദ്രവ്യനാമം, അതുപോലെ തന്നെ ക്രിയാനാമം, ഗുണനാമം, അങ്ങനെ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ നാമമായിട്ട് വരുന്നത് ദ്രവ്യനാമം, ഏതെങ്കിലും ഒരു ക്രിയയുടെ നാമമായിട്ട്. അപ്പോൾ ദ്രവ്യനാമം എന്ന് പറയുമ്പോൾ വ്യക്തിയുടെയോ അതുപോലെ സ്ഥലത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെ പേര് വരാം, ദ്രവ്യനാമത്തിൽ വരാം. അതുപോലെ ക്രിയാനാമം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ക്രിയയുടെ നാമമായിട്ട് വരുന്ന ഓട്ടം, ചാട്ടം, ഉറക്കം, നോട്ടം, അങ്ങനെയുള്ള ക്രിയയുടെ നാമമായിട്ട് വരുന്നുണ്ട്. ഗുണനാമം എന്ന് പറയുമ്പോൾ അഴക്, മിടുക്ക്, അതുപോലെ തന്നെ തിളക്കം, അതുപോലുള്ള ഗുണനാമത്തിൽ വരുന്നുണ്ട്. ഈ ദ്രവ്യനാമത്തെ വീണ്ടും തിരിക്കുമ്പോഴാണ് സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, അങ്ങനെ 4 രീതി തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരത്തിൽ വരുന്നത് ഈ സ്ഥലനാമം എന്നുള്ളത് ഒരിക്കലും നാമവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ നാമത്തിൻ്റെ വിഭാഗത്തിൽ ഒരിടത്തും വരാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അതാണ്, സ്ഥലനാമമാണ് നാമവിഭാഗത്തിൽ വരാത്തത്. ഇനി നമുക്ക് ആ നാമവിഭാഗങ്ങളൊന്ന് പെട്ടെന്നൊന്ന് വിശദീകരിച്ച് പോകാം. അപ്പോൾ ദ്രവ്യനാമത്തെ സംജ്ഞാനാമമെന്നും സാമാന്യനാമമെന്നും സർവനാമമെന്നും അതുപോലെ മേയനാമമെന്നും തിരിക്കുന്നുണ്ട്. സംജ്ഞാനാമം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് സംജ്ഞാനാമം എന്ന് പറയുന്നത്. അതുപോലെ സാമാന്യനാമം എന്ന് പറയുമ്പോൾ അത് പൊതുവായിട്ട് പറയുന്നതാണ് സാമാന്യനാമം. ഉദാഹരണത്തിന് പറയുമ്പോൾ നദി എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുന്നു. കേരളത്തിലെ 44 നദികൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മലയാളത്തിലെ പത്രങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ നഗരങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ നഗരം, പത്രം, കായൽ, നദി ഇതെല്ലാം പൊതുവെ പറയുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ സാമാന്യമായിട്ട് പറയാമെന്ന് പറയും. ഈ സാമാന്യമായിട്ട് പറയുന്നതിൽ ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുമ്പോഴാണത് സംജ്ഞാനാമമായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് നദി എന്ന സാമാന്യനാമവും അവിടെ പെരിയാർ എന്ന് പറയുമ്പോൾ അത് സംജ്ഞാനാമമായിട്ട് മാറേണ്ടത്. ആ രീതിയിലാണത് വരുന്നത്. പൂവെന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പൂവെന്ന് പറയുന്നു. അവിടെ മുല്ലയെന്നോ താമരയെന്നോ പറയുമ്പോൾ അത് സംജ്ഞാനാമമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംജ്ഞാനാമവും സാമാന്യനാമം. മറ്റൊന്നാണ് സർവനാമം. നാമത്തിന് പകരം ഉള്ള നാമത്തെയാണ് സർവനാമം എന്ന് പറയുന്നത്. നാമത്തിന് പകരമുള്ളത്. അത് നമ്മൾ വ്യക്തികൾ പറയുമ്പോൾ ഞാൻ, നീ, അവൻ എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത്, ഇത്, അക്കാലം, ഇക്കാലം, അങ്ങനെയൊക്കെ സർവനാമത്തെ പറയുന്നുണ്ട്. നാമത്തിന് പകരമുള്ളതെല്ലാം സർവനാമമായിട്ടാണ് പറയുന്നത്. മേയനാമം എന്ന് പറഞ്ഞാൽ ജാതി വ്യക്തി ഭേദമില്ലാത്തതിനൊക്കെയാണ് മേയനാമം എന്ന് പറയുന്നത്. മേയനാമം ഓർത്തിരിക്കാൻ എപ്പോഴും നമുക്ക് എളുപ്പം ആകാശം എന്ന ആദ്യം നമ്മൾ ആകാശം ഓർത്തു കഴിഞ്ഞാൽ ആകാശത്തിലെ ചില കാഴ്ചകൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ആകാശം, നിലാവ്, ഇരുട്ട്, വെളിച്ചം, അതുപോലെ തന്നെ മഞ്ഞ്, പുക, അതുപോലെയുള്ള വെള്ളം, പിന്നെ അല്ലാത്ത ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ വെള്ളം, മണ്ണ്, ഇതൊക്കെ മേയനാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നാമവിഭാഗം അല്ലാത്തത്. പിന്നീട് നാമവിഭാഗത്തിൽ നമ്മൾ സർവനാമത്തെ 3ആയി തിരിക്കുമ്പോഴാണ് ഉത്തമ പുരുഷ സർവനാമമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും ഒക്കെ കാണുന്നത്. അങ്ങനെയാണ് നാമവിഭാഗം തീരുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ ഈ സ്ഥലനാമം എന്നുള്ളൊരു വിഭാഗം നാമവിഭാഗത്തിലില്ല. അതുകൊണ്ടാണ് നാമവിഭാഗം അല്ലാത്തത് എന്ന് വരുമ്പോൾ അത് സ്ഥലനാമമാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കുഴി കുഴിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം. നമ്മൾ പരീക്ഷയിൽ ഈ ശബ്ദസാമ്യവും അർത്ഥവ്യത്യാസവും എന്നൊരു ഭാഗമുണ്ട്. ശബ്ദസാമ്യവും അർത്ഥവ്യത്യാസവും ഒരേപോലെ നമുക്ക് തോന്നുന്ന 2 പദങ്ങളുടെ അർത്ഥം ചിലപ്പോൾ വളരെ വ്യത്യാസം വരുന്നതായിരിക്കാം. അപ്പോൾ അത് വരുമ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ പരിണാമം, മാറ്റം, പരിമാണം, അളവ്,
അതുപോലെ തന്നെ ആ, വയസ്സൻ, വയസ്സ് ചെന്നവൻ വയസ്സൻ, വയസ്യൻ, സുഹൃത്ത്, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരേ ശബ്ദസാമ്യത്തിൽ നമുക്കൊന്നുപോലെ തോന്നും, പക്ഷേ അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ കുഴി കുഴിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം എന്നുള്ള നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇതാണ് ഘാതകൻ എന്നുള്ളതാണ് കുഴി കുഴിക്കുന്നതിന് അർത്ഥം വരുന്നത്. ഘാതകൻ എന്നുള്ള അർത്ഥം വരുന്നത്. മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നതാണ് ഘാതകൻ. ഇവിടെ കൊല്ലുന്നവൻ, ദുഷ്ടൻ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഘാതകൻ, കൊല്ലുന്നവൻ. അതുപോലെ ഘാതകൻ എന്നുള്ളത് ഭക്ഷിക്കുന്നവൻ, വായ്പ വാങ്ങുന്നവൻ, ഭക്ഷിക്കുന്നവൻ, വായ്പ വാങ്ങുന്നവൻ എന്നെല്ലാം വരുന്നതാണ് ഘാതകൻ എന്ന് വരുന്നത്. മറ്റൊന്ന് ഘാണ്ഡികനാണ്. ഘാണ്ഡികൻ എന്ന് വരുമ്പോൾ പലഹാരം വിൽക്കുന്നവൻ എന്ന അർത്ഥമാണ് വരുന്നത്. ഘാണ്ഡികൻ എന്നുള്ളത് പലഹാരം വിൽക്കുന്നതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കുഴി കുഴിക്കുന്നവൻ എന്നുള്ളതിന് അർത്ഥം വരുന്നത് ഘാതകൻ എന്നുള്ള അർത്ഥം വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വ്യത്യസ്തമായ കൃതി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, മലയാള സാഹിത്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള 3 കൃതി കൊടുക്കും. ഒരു കൃതി വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് പെടാത്ത, ആ ഒരു വിഭാഗത്തിൽ പെടാത്ത കൊടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 3 മഹാകാവ്യങ്ങളാവാം, ഒരു ഖണ്ഡകാവ്യമാകാം, അല്ലെങ്കിൽ 3 ചെറുകഥകൾ കൊടുത്തിട്ടൊരു നോവലാകാം, തിരിച്ചു ആവാം, 3 നോവൽ കൊടുത്തിട്ടൊരു ചെറുകഥയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് കൊടുത്തിട്ട് അതിലൊരു യാത്രാ വിവരണം കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൽ പെടാത്ത കൊടുക്കാം. ഇനി ഒരു വിഭാഗത്തിൽ തന്നെ ആണെങ്കിൽ തന്നെയും അതിന് മറ്റെന്തെങ്കിലും കൂടി സൂക്ഷ്മമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടാകും. ആ രീതിയിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ. ഇവിടെ ഒരു വിഭാഗത്തിലുള്ള കൃതിയാണെല്ലാം. ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലങ്കാലക്ഷ്മി, സീതാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത, ഇതെല്ലാം നാടക വിഭാഗത്തിലുള്ള കൃതികളാണത്. അപ്പോൾ ഇവിടെ ഇതിൽ വ്യത്യസ്തമായ കൃതി എന്നുള്ളതാണ്. ഇവിടെ എടുത്ത് നോക്കുമ്പോൾ ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത, ഇത് 3ഉം CN ശ്രീകണ്ഠൻ നായരുടെ രാമായണത്രയം എന്ന നാടക വിഭാഗത്തിൽ പെടുന്ന കൃതികളാണതെല്ലാം. അതുകൊണ്ടാണ് ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത. അപ്പോൾ അതാണ് അതിനകത്ത് വ്യത്യസ്തമായ കൃതി. ഇപ്പോൾ അതിൽ പെടാത്തത് വരുന്നതാണ് സീതാലക്ഷ്മി വരുന്നത്. എല്ലാ നാടകമാണെങ്കിലും രാമായണ നാടകത്രയുമായി ബന്ധപ്പെട്ടുള്ള 3 കൃതികളും സീതാലക്ഷ്മി എന്ന നാടകം അത് ചരിത്ര നാടകമാണത്. സീതാലക്ഷ്മി രചിച്ചിട്ടുള്ളത് EV കൃഷ്ണപിള്ളയാണ്. EV കൃഷ്ണപിള്ള അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് സീതാലക്ഷ്മി. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം എന്നാണ് സീതാലക്ഷ്മി അറിയപ്പെടുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകമാണ് സീതാലക്ഷ്മി. സീതാലക്ഷ്മി നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായിട്ട് ബന്ധപ്പെട്ടും കൂടി പഠിക്കാവുന്നതാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മയിലെ ഒരു കഥാപാത്രമാണ് സീതാലക്ഷ്മി. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും കൂടി 2 ചോദ്യങ്ങളും കൂടി ചേർത്ത് വെച്ചും കൂടി നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകത്രയം എന്നാണ് പറയുന്നത്. അതിൽ കാഞ്ചനസീത പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ G. അരവിന്ദൻ്റെ അതേ പേരിലുള്ളൊരു സിനിമ അദ്ദേഹം ഇതിൻ്റെ ഒരു ഇത് നാടകം തന്നെ അദ്ദേഹം സിനിമ അത് ചെയ്തിട്ടുണ്ട്, അത് സിനിമയാക്കിയിട്ടുണ്ട്. കാഞ്ചനസീത, അത് ഈ നാടകം തന്നെയാണ് കാഞ്ചനസീതയായിട്ട് സിനിമയായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊന്നാണ് വ്യത്യസ്ത വചനത്തെ കുറിക്കുന്ന പദം. വചനം നമുക്ക് ഏകവചനം, ബഹുവചനം, അതുപോലെ ധാരാളം ചോദ്യങ്ങൾ ഈ വചന സംബന്ധമായിട്ട് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ ഇല്ലാത്ത വചനത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ ഉണ്ടായിട്ടുള്ളൊരു ചോദ്യമാണ് മലയാള ഭാഷയിലില്ലാത്ത വചനം, ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനം, ദ്വിവചനം എന്നൊരു ചോദ്യം നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയൊക്കെ വചനങ്ങൾ പലപ്പോഴും നമുക്ക് ചോദ്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ദ്വിവചനമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടുണ്ടായിരുന്നത്. മലയാള ഭാഷയ്ക്ക് ഇല്ലാത്ത വചനമാണ് ദ്വിവചനം. പിന്നെ നമുക്കുള്ളത് ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനം. അപ്പോൾ ഇവിടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിലൊരെണ്ണം പൂജക ബഹുവചനമാണിത്. അപ്പോൾ കവികൾ എന്നുള്ളത് ബഹുവചനമാണ്, കിളികൾ എന്നുള്ളത് ബഹുവചനമാണ്, പൂക്കൾ എന്നുള്ളത് ബഹുവചനമാണ്. ഇതിൽ തന്നെ സ്വാമികൾ എന്നുള്ളത് പൂജക ബഹുവചനമാണിത്. അപ്പോൾ പൂജക ബഹുവചനത്തിൻ്റെ നിർവചനം നമുക്കറിയാവുന്നതാണ്. ബഹുമാനം സൂചിപ്പിക്കുവാൻ ഏകവചനത്തോട് ബഹുവചന പ്രത്യയം ചേർക്കുന്നതെന്ന് പറയുന്നത്. ബഹുമാനം സൂചിപ്പിക്കുവാൻ ഏകവചനത്തോട് ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം പറയുന്നത്. അപ്പോൾ ഒരു പൂജക ബഹുവചനം തരുമ്പോൾ അതിൻ്റെ പ്രത്യയം ബഹുവചനത്തിൻ്റെ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് ഏതാണ് ഏകവചനമെന്ന് കണ്ടെത്തിയാൽ നമുക്ക് പൂജക ബഹുവചനം മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ കവികൾ, കിളികൾ, പൂക്കൾ, സ്വാമികൾ, ഇപ്പോൾ പ്രത്യേകം നോക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ
സ്വാമികളാണ് അതിൽ ഏകവചനം വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, സ്വാമികൾ എന്നുള്ളത്. ഇത് പൂജ്യബഹുവചനം എന്ന മറ്റു ഉദാഹരണങ്ങളും ധാരാളം ഉദാഹരണങ്ങളുള്ളതാണ്. ദ്രോണർ, കൃപർ, ഭീഷ്മർ, വൈദ്യർ, തമ്പ്രാക്കൾ, തിരുവടികൾ, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പൂജ്യബഹുവചനത്തിനുള്ളതാണ്. എപ്പോഴും ഇത്തരം ചോദ്യത്തിൽ വരുന്നൊരു പ്രത്യേകത, ഏതെങ്കിലും 3 വിഭാഗത്തിൽ നിന്നൊന്നും ഒരു പൂജ്യബഹുവചനം തരാം, അല്ലെങ്കിൽ പൂജ്യബഹുവചനത്തിൽ നിന്ന് 3 തരുന്നിട്ട് ഒരു ബഹുവചനം തരാം. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യയങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും ഒരെണ്ണം ഏകവചനമായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് എപ്പോഴും പൂജ്യബഹുവചനം എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ് പൂജ്യബഹുവചനം എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആഗമസന്ധി അല്ലാത്തത് എന്നാണ്. ആഗമസന്ധി അല്ലാത്തത് എന്നാണ്. അപ്പോൾ ഇതിൽ 3 ആഗമസന്ധി ആയിരിക്കും, ഒരെണ്ണം മറ്റേതെങ്കിലും സന്ധി ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സംസ്കൃത സന്ധികൾ പരിചയപ്പെട്ടതാണ്. സംസ്കൃത സന്ധി ഒരു 4 സംസ്കൃത സന്ധി, അതിൻ്റെ ഉദാഹരണമൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ആഗമസന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ പഠിക്കുന്ന ആഗമസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നിർവചനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആഗമിക്കുക, ഏതെങ്കിലും ഒരു വർണ്ണം പുതുതായിട്ട് വന്ന് ആഗമിക്കുന്നതാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കിതിൻ്റെ ഓപ്ഷൻ നോക്കാം. പലവുരു, തല്ലുന്നു, മിക്കവാറും, ഇരിക്കവേ, ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സന്ധി ചോദിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സന്ധി പഠിക്കുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും 2 ചോദ്യങ്ങൾ വരെയെല്ലാം ഈ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, ഇതെല്ലാം സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സന്ധി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് സന്ധി കണ്ടുപിടിക്കാനായിട്ട് ഒരു പദം തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിരിച്ചു നോക്കുമ്പോഴാണ് ആ 2 പദം എങ്ങനെയാണെന്നുള്ളതും പിന്നീട് അത് ഒറ്റപ്പദമായപ്പോൾ അതിന് വന്നിട്ടുള്ള വ്യത്യാസവുമാണ് സന്ധി നിർണയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പലവുരു എന്നുള്ളത് പിരിക്കുമ്പോൾ വരുന്നത്, ഉത്തരം ആദ്യം നോക്കാം. ഉത്തരം വരുമ്പോൾ തൽ പ്ലസ് ഒന്നു എന്നാണ്. തൽ പ്ലസ് ഒന്നു തല്ലുന്നു എന്നാണ്. തൽ പ്ലസ് ഒന്നു തല്ലുന്നു. അപ്പോൾ ഇവിടെ തല്ലുന്നു പറയുമ്പോൾ ല ആദ്യ പൂർവ്വപദത്തിലെ ല എന്നുള്ളത് ഇരട്ടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ദ്വിത്വസന്ധിയാണ് വന്നിരിക്കുന്നത്. അത് ദ്വിത്വസന്ധിയാണ്. പിന്നെ വരുന്നതെല്ലാം പല പ്ലസ് ഒരു, പലവുരു, മിക്ക പ്ലസ് ആറും, മിക്കവാറും, ഇരിക്ക പ്ലസ് എ, ഇരിക്കവേ, ഇത് 3 ആഗമസന്ധിയാണിത്. ഇവിടെ എല്ലാം വകാരം ആഗമിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പല ഉരു, മിക്കവാറും, ഇരിക്കവേ, ഇവിടെ എല്ലായിടത്തും വകാരം ആഗമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദ്വിത്വസന്ധിയുടെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ദ്വിത്വസന്ധി കാണുമ്പോൾ സാധാരണ ദ്വിത്വസന്ധിയിൽ കൂടുതൽ പദങ്ങളും വരുന്നത് 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉത്തര പദത്തിലെ ആദ്യ വർണ്ണം ഇരട്ടിക്കുന്നു എന്ന വിഭാഗത്തിലാണ് കാണുന്നത്. ഇപ്പോൾ കടൽ, തിര, അല്ലെങ്കിൽ അതുപോലെ തന്നെ നീല, താമര, അങ്ങനെ അതൊക്കെ ഉത്തര പദത്തിലെ ആദ്യ വർണ്ണം ഇരട്ടിക്കുന്ന സാധാരണ രീതിയിലുള്ള ദ്വിത്വസന്ധിയാണ് കാണുന്നത്. മറ്റ് അപൂർവമായിട്ട് ചോദിക്കാവുന്ന, ദ്വിത്വസന്ധി തന്നെ അപൂർവമായിട്ട് ചോദിക്കാവുന്ന ഒരു വിഭാഗത്തിൻ്റെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടത്, അതായത് ആനഭ്രാന്ത്, പാതിഫലം പോലുള്ള ചിലത്. അപ്പോൾ അവിടെയും ദ്വിത്വസന്ധി ആണെങ്കിൽ തന്നെയും ആ വർഗാക്ഷരങ്ങളിൽ ഒന്ന് ഇരട്ടിക്കുന്നതാണ് ഈ ആനഭ്രാന്ത് പോലുള്ള വരുന്നത്. അതും ഒരു വിഭാഗമാണ്. ഇപ്പോൾ പൊതുവെ ദ്വിത്വസന്ധി പഠിക്കുമ്പോൾ കൂടുതൽ വരുന്നത് ഉത്തര പദത്തിലെ ആദ്യ വർണ്ണം ഇരട്ടിക്കുന്നതാണ്. അപൂർവമായിട്ട് മാത്രം വരുന്ന കുറച്ച് പദങ്ങളുള്ള ഒരു വിഭാഗമാണ് ഈ പൂർവ്വപദത്തിൽ ഇരട്ടിക്കുന്നത്. അപ്പോൾ ഇത് അതിൽ വരുന്നതാണ്, പൂർവ്വപദത്തിൽ ഇരട്ടിക്കുന്നതാണ്. ഇതൊരു വിഭാഗമാണ്, ദ്വിത്വസന്ധിയിലൊരു വിഭാഗമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു വിഭാഗം കൂടി ദ്വിത്വസന്ധിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പറയുകയാണെങ്കിൽ അത് n+1000, 8000. അപ്പോൾ അവിടെയെല്ലാം ആ പൂർവ്വപദത്തിലെ ഇരട്ടിക്കാണ് ചെയ്യുന്നത്, 8000. അതുപോലെ വിൺ+6, വിണ്ണാറ്, വിൺ+6, വിണ്ണാറ്. കൺ+ഇല്ല, കണ്ണില്ല. മുൻ+അറിയിപ്പ്, മുന്നറിയിപ്പ്. n+a, എന്നെ. നിൻ+a, നിന്നെ പോലുള്ളതെല്ലാം അതും ദ്വിത്വസന്ധിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ 3 ആഗമസന്ധി, ഒരു ദ്വിത്വസന്ധിയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ദ്വിത്വസന്ധിയിൽ തന്നെ ഓർത്തിരിക്കുക, 3 രീതിയിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചോദ്യങ്ങൾ ദ്വിത്വസന്ധി എന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെ മറ്റു രീതികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ദ്വിത്വസന്ധി നമ്മൾ കണ്ടിട്ടുള്ളത്
രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഉത്തരപദത്തിൻ്റെ ആദ്യ വർണ്ണം ഇരട്ടിക്കുന്നു എന്നുള്ളതാണ് സാധാരണ കൂടുതൽ പദങ്ങളും അങ്ങനെയാണ് കാണുന്നത്. അപൂർവമായിട്ട് ചില പദങ്ങളിൽ, ദ്വിത്വസന്ധിയുടെ ചില പദങ്ങളിൽ പൂർവ്വപദം ആദ്യത്തെ പദത്തിലെ ഒരു അന്ത്യവ്യഞ്ജനം ഇരട്ടിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ വിഭാഗത്തിൽ ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു വിഭാഗത്തിൽ വരുന്നതാണ്. 8000 പോലുള്ള അതിൽ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നാമങ്ങളുടെ ശുദ്ധരൂപം വരുന്ന വിഭക്തി എന്നുള്ളതാണ്. നാമങ്ങളുടെ ശുദ്ധരൂപം വരുന്ന വിഭക്തി എന്നുള്ളതാണ്. വിഭക്തി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മിക്കവാറും ഒരു 5 രീതിയിൽ വിഭക്തി അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം ഇവിടെ ഇതൊരു ചോദ്യം, ഇതാണത് വന്നിട്ടുള്ള ഒരു രീതിയാണിത്. വിഭക്തി അടിസ്ഥാനമായിട്ടുള്ള ചോദ്യമാണിത്. ഇവിടെ തന്നെ മറ്റു രീതിയിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒരു വിഭക്തി തന്നിട്ട് അതിൻ്റെ പ്രത്യയം ഏതെന്ന് ചോദിക്കാം. ഇപ്പോൾ ഇൽ കൽ പ്രത്യയമായി വിഭക്തി ഏത്, അല്ലെങ്കിൽ ഡേയുടെ പ്രത്യയമായി വിഭക്തി ഏത്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭക്തി തന്നിട്ട് അതിൻ്റെ പ്രത്യയം ചോദിക്കാം, തിരിച്ചു ചോദിക്കാം. അപ്പം അങ്ങനെ 3 രീതിയായി. പിന്നെ കാരകമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, വിഭക്തി ആയിട്ട് ബന്ധപ്പെട്ടാണത് കാരകം വരുന്നത്. അപ്പം 4ആയി. പിന്നെ മറ്റൊന്ന് സമാസം പഠിക്കുമ്പോൾ നമ്മൾ തൽപുരുഷ സമാസം പഠിക്കുമ്പോൾ തൽപുരുഷ സമാസത്തിൽ 7 സമാസം വിഭക്തിയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നിർദ്ദേശീയ തൽപുരുഷൻ, പ്രതിഗ്രാഹ്യ തൽപുരുഷൻ, അങ്ങനെ തൽപുരുഷനായിട്ട് ബന്ധപ്പെട്ട് 7 വരുന്നുണ്ട്. അങ്ങനെ 5 രീതിയിലെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് വിഭക്തി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നാമങ്ങളുടെ ശുദ്ധരൂപം വരുന്ന വിഭക്തി എന്നാണ്. ഇവിടെ ഈ ചോദ്യം നമ്മൾ കുറച്ചും കൂടി സുതാര്യമായിട്ട് പറയുകയാണെങ്കിൽ നാമങ്ങളുടെ ശുദ്ധരൂപം എന്ന് പറഞ്ഞാൽ പ്രത്യയമില്ലാതെ വരുന്ന എന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ പ്രത്യയമില്ലാത്ത വിഭക്തി എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം. പ്രത്യയമില്ലാത്ത വിഭക്തി എന്ന് പറയുമ്പോൾ നിർദ്ദേശികയാണ് പ്രത്യയമില്ലാത്ത വിഭക്തി എന്ന് പറയുന്നത്. 7 വിഭക്തി പഠിക്കുമ്പോൾ ആദ്യത്തെ വിഭക്തിയാണ് നിർദ്ദേശിക. അപ്പോൾ അതിൽ നിപ്രസം, ഉപ്രസം എന്നൊക്കെ വളരെ ഒരു എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്ന ചില സൂചനകളോടൊക്കെ പഠിച്ചിട്ടുള്ളതാണത്. അപ്പോൾ അവിടെ നിർദ്ദേശികക്കാണ് പ്രത്യയമില്ലാത്ത വരുന്നത്. പിന്നെ പ്രതിഗ്രാഹികക്കാണ് പ്രത്യയം എ വരുന്നുണ്ട്. സംയോജികക്ക് ഓട് വരുന്നുണ്ട്. ഉദ്ദേശികക്ക് ക്ക് എന്നിവ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രയോജിക ആൽ വരുന്നുണ്ട്. സംബന്ധികക്ക് ഡേ ഇവിടെ വരുന്നുണ്ട്. ആധാരിക അവസാനത്താണ് ഇൽ കൽ വരുന്നത്. അപ്പോൾ ഇവിടെ വിഭക്തി എന്നുള്ള ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത് നിർദ്ദേശിക എന്നാണ്. വിഭക്തിയുടെ ഏതെല്ലാം ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് വിഭക്തിയുടെ ചോദ്യങ്ങൾ വരുന്നതെന്നും കൂടി സൂചിപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിഗ്രഹാർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിഗ്രഹാർത്ഥം കണ്ടെത്തുക. ഇത് ആദ്യകാലത്തെല്ലാം സമാസം ചോദിക്കുമ്പോൾ, പിന്നീടും ചോദിക്കാറുണ്ടെങ്കിലും സമാസം എന്ന് പറയുമ്പോൾ എന്താണ് സമാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വിഗ്രഹാർത്ഥം കണ്ടെത്തി, അതിനെ വിഗ്രഹിച്ച അർത്ഥം കണ്ടെത്തിയിട്ടാണ് അതിനെ സമാസം നിർണ്ണയിക്കുന്നത്. വിഗ്രഹിച്ച അർത്ഥം കണ്ടെത്തുമ്പോൾ വരുന്ന മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് സമാസം കണ്ടെത്തുന്നത്. സമാസത്തിന് ഏത് സമാസത്തിൽ ഏത് വിഭാഗത്തിൽ വരുന്നു നിർണ്ണയിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ വിഗ്രഹാർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്താണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സമാസം പഠിക്കുമ്പോൾ തന്നെ അറിയാം വിഭക്തിക്കുറി കൂടാതെയുള്ള പദസംയോഗമാണ് സമാസം എന്നാണ് അതിൻ്റെ നിർവചനം പഠിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കണമെങ്കിൽ കൈലാസം പോലെയുള്ള ശൈലം, കൈലാസ ശൈലം എന്ന് പറയുന്നത് കൈലാസം പോലെയുള്ള ശൈലമാണോ, കൈലാസമാകുന്ന ശൈലമാണോ, കൈലാസത്താലുള്ള ശൈലമാണോ, കൈലാസം എന്ന ശൈലമാണോ വരുന്നത്. അപ്പോൾ ഇതിൽ സാമാന്യം നമുക്ക് നോക്കറിയാം കൈലാസ ശൈലം എന്ന് പറഞ്ഞാൽ കൈലാസം എന്ന ശൈലമാണ് അതിൽ വരുന്നത്. ഉത്തരം വരുന്നത് കൈലാസം എന്ന ശൈലം. അപ്പോൾ ഇതിലുത്തരം കൈലാസം എന്ന ശൈലമാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇത് വിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ ഇത് നിർദ്ദേശിക തൽപുരുഷനിലാണിത് വരുന്നത്. കാരണം കൈലാസത്തോട് വേറെ ഒന്നും ചേരാത്തതുകൊണ്ട് അങ്ങനെ അതിലിന വരുന്നത്. ഇപ്പോൾ സമാസത്തിൽ പോലെയാണെങ്കിൽ അത് ഉപമാ തൽപുരുഷൻ അല്ലെങ്കിൽ ഉപമിത തൽപുരുഷൻ, അതുപോലെ തന്നെ ആകുന്നതാണെങ്കിൽ രൂപക തൽപുരുഷൻ, ആലാണെങ്കിൽ അത് പ്രയോജിക, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ വിഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ, അതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന കവി, മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന കവി ആയിരുന്നുള്ളതാണ്. സുഗതകുമാരി, ശങ്കരക്കുറുപ്പ് മാഷ്, വള്ളത്തോൾ, വൈലോപ്പിള്ളി. അതിലേ വള്ളത്തോളാണ് മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന കവി. വള്ളത്തോളാണ്. ധാരാളം വിശേഷണങ്ങൾ
നമുക്ക് അത് പഠിക്കാൻ തന്നെ നമുക്കുണ്ട്. ഇവരെക്കുറിച്ചുള്ള ഇവരുടെ അപരനാമങ്ങളും വിശേഷങ്ങളും എല്ലാം പലപ്പോഴും ചോദ്യങ്ങളായിട്ട് തന്നെ വരുന്നതാണ്. ഇപ്പോൾ കുമാരനാശാനെ കുറിച്ച് നമുക്ക് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അവരെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല, ശബ്ദാഢ്യൻ, അതുപോലെ തന്നെ ശബ്ദസുന്ദരൻ, വള്ളത്തോൾ, അങ്ങനെയൊക്കെയുള്ള നിർവചനങ്ങളുണ്ട്. പിന്നെ നമ്മൾ വള്ളത്തോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ കേരള വാൽമീകി, കേരള ടാഗോർ, ഇങ്ങനെയെല്ലാം വള്ളത്തോളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷണമാണ് മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്ന് അദ്ദേഹത്തെ പറയുന്നത്. മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വള്ളത്തോളാണ്. സുഗതകുമാരി പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കൃഷ്ണബിംബങ്ങളുടെ കവയത്രി എന്ന് കണ്ടിട്ടുണ്ട്, വിഷാദത്തിൻ്റെ കവയത്രി എന്ന് അങ്ങനെയൊക്കെ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശങ്കരക്കുറുപ്പ് മാഷിനെ നമ്മൾ പറയുന്ന മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി എന്നൊക്കെ ശങ്കരക്കുറുപ്പ് മാഷ് വിശേഷിപ്പിക്കാറുണ്ട്. വയലോപ്പിള്ളിയുടെ കവിതയെക്കുറിച്ച് കാച്ചിക്കുറിക്കിയ കവിത എന്നൊക്കെ അങ്ങനെ ചില വിശേഷങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് വള്ളത്തോളാണ്. മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താമരയെന്നും കരിങ്കൂവളമെന്നും അർത്ഥം വരുന്ന പദം. ചില വാക്കുകൾക്ക് പല അർത്ഥങ്ങളും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അർത്ഥത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉൽപ്പലം, പങ്കജം, നീരജം, അമ്പുതം. ഇവിടെ ഉൽപ്പലം ആണ് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പങ്കജം, നീരജം, അമ്പുതം. ഇവിടെ താമരയെന്നും കരിങ്കൂവളമെന്നും അർത്ഥം വരുന്ന പദം ഉൽപ്പലമാണ്. അപ്പോൾ ഉൽപ്പലത്തിന് അങ്ങനെ താമരയെന്നും കരിങ്കൂവളമെന്നും അർത്ഥം വരുന്നുണ്ട്. പങ്കജത്തിന് താമരയെന്ന് മാത്രമാണ് അർത്ഥം വരുന്നത്. പങ്കം എന്ന വാക്കിന് അർത്ഥം ചെളി എന്നാണ്, ചെളി അല്ലെങ്കിൽ അഴുക്ക്. അപ്പോൾ പങ്കത്തിൽ ജനിച്ചത് ഈ പങ്കജം. ജം അല്ലെങ്കിൽ ജ എന്ന ധാതുവിന് അർത്ഥം വരുന്നത് ജനിച്ചതെന്ന അർത്ഥമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പങ്കജം, പങ്കത്തിൽ ജനിച്ചത് പങ്കജം. താഴെ വരുമ്പോൾ അതുപോലെയാണ് നീരി, ജലം. ഇപ്പോൾ ജലത്തിൽ ജനിച്ചത് നീരജം, നീരജം, നീരിൽ ജനിച്ചത് നീരജം. അതും താമര എന്നതിന് അർത്ഥം വരുന്നത്. താമരയുടെ നമുക്ക് മറ്റ് പര്യായങ്ങൾ നോക്കിയറിയാം. ജലജ, ജലത്തിൽ ജനിച്ചത് ജലജ. അതുപോലെ വാരി എന്ന് പറയുമ്പോൾ സമുദ്രമാണ്. അപ്പോൾ വാരി, വാരിജം, അങ്ങനെ വരാറുണ്ട്, വാരിജം. അപ്പം ജ അല്ലെങ്കിൽ ജം എന്ന ധാതു എപ്പോഴും ജനിച്ച എന്ന അർത്ഥം സൂചിപ്പിക്കുകയാണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അമ്പുദം എന്ന ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. അമ്പുദം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ അമ്പുദം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജ അല്ലെങ്കിൽ ജം എന്നുള്ളത് ജനിച്ചതെന്ന് സൂചിപ്പിക്കുന്ന പോലെ ദം എന്നുള്ളത് ഉൾക്കൊണ്ട് എന്ന അർത്ഥത്തിന് സൂചിപ്പിക്കുന്നത്. ഉൾക്കൊണ്ടത്, ദ അല്ലെങ്കിൽ ദം എന്നുള്ളത് ഉൾക്കൊണ്ടെന്ന അർത്ഥം സൂചിപ്പിക്കും. അപ്പോൾ അമ്പു എന്ന് പറയുമ്പോൾ ജലത്തെ ഉൾക്കൊണ്ടത്, അമ്പുദം ജലത്തെ ഉൾക്കൊണ്ടത്. അപ്പോൾ ഇവിടെ മേഘം എന്നാണ് അർത്ഥം വരുന്നത്. മേഘം, അമ്പുദം. അതുപോലെ തന്നെ നീരജം എന്നുള്ളതിന് പകരം നീരഥം എന്ന് പറഞ്ഞാലും മേഘം എന്ന് പറഞ്ഞവരാണ്. വാരിജത്തിന് പകരം വാരിധം എന്ന് പറയുമ്പോഴും അർത്ഥം മാറുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നതാണ് താമരയുടെ പര്യായമല്ലാത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പങ്കജം, നീരജം, അതുപോലെ തന്നെ വാരിജം, അമ്പുദം അങ്ങനെ കൊടുക്കുമ്പോൾ അതാണ് ഈ ദം വെച്ച് വരുമ്പോൾ അത് ജനിച്ചതെന്ന അർത്ഥത്തിന് മാറ്റിക്കൊണ്ട് ഉൾക്കൊണ്ടത് എന്ന അർത്ഥമാണ് വരുന്നത്. ദം എന്നുള്ളതൊക്കെ ഉൾക്കൊണ്ടതെന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ആ ഒറ്റ ധാതുവിൻ്റെ വ്യത്യാസത്തോട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താമരയെന്നും കരിങ്കൂവളമെന്നും അർത്ഥം വരുന്ന പദം ഉൽപ്പലമാണ് വരുന്നത്. ഇത്തരം വ്യത്യസ്ത വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ക്ലാസ് പ്രയോജനമായിരുന്നു കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ക്ലാസ്സിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഇത്തരം ചോദ്യങ്ങൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റ് ക്ലാസ്സുകൾ വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു ക്ലാസ്സുകളിൽ പുതിയ ചോദ്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത മറ്റു മലയാള സാഹിത്യവും അതുപോലെ തന്നെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.